പെന്റഗൺ UFO ഫയൽസ് പുറത്തുവിട്ടതിന്റെ പിന്നാലെ ഫ്യൂൽ ചെയ്യപ്പെട്ട ഒരു സംഗതിയുണ്ട്. അതാണ് ഏലിയൻ അബ്ഡക്ഷൻ മിസ്റ്ററികൾ. പണ്ട് ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടും നമ്മൾ ആരും വിശ്വസിക്കാതിരുന്ന ഒരു കാര്യം കൂടിയാണ് ഏലിയൻ അബ്ഡക്ഷൻ മിസ്റ്ററികൾ. 1960 കാലം തൊട്ട് തന്നെ ഇങ്ങനെയുള്ള കഥകൾ പ്രചാരത്തിലുണ്ട്. എന്തുകൊണ്ടോ നമുക്ക് ആർക്കും അത് വിശ്വസിക്കാൻ തോന്നിയിരുന്നില്ല. പക്ഷേ ഈ UFO UAPകളുടെ റിയാലിറ്റികളെ കുറിച്ചിട്ട് പെന്റഗൺ തന്നെ കൃത്യമായിട്ടുള്ളൊരു അറിയിപ്പോടെ ഈ ഫയൽസ് പുറത്തുവിട്ട സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത് ഏലിയൻ അബ്ഡക്ഷൻ മിസ്റ്ററികളുടെ സത്യാവസ്ഥയെക്കുറിച്ചിട്ടാണ്. ഇതിൽ പേഴ്സണലി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഭ്രമാത്മകമായൊരു കഥയ്ക്കപ്പുറം അതിലെന്തൊക്കെയോ സത്യമുണ്ടെന്ന് തോന്നിയ 7 കഥകളാണ് ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ കഥയല്ല, ആദ്യത്തെ സംഭവമാണ് ബെന്റി ബാർണി കേസ്. 1961 അമേരിക്കയിൽ നടന്ന ഒരു സംഭവം. അതായത് നമ്മുടെ സയൻസ് ഫിക്ഷൻ ലോകം ഇത്രയ്ക്കും ആക്റ്റീവ് ആവുന്നതിനും കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം ഇങ്ങനെയാണ്. 1961 ഒരു രാത്രി ബെറ്റി ബാർണി എന്ന് പറയുന്ന 2 ദമ്പതിമാർ അവരുടെ കാറിൽ വിജനമായൊരു വഴിയിലൂടെ സഞ്ചരിച്ച് ഏറെ ദൂരം കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഒരു പ്രത്യേകതരം വെളിച്ചം അവർ കാണുകയാണ്. ഈ വെളിച്ചം കാണുന്നതിൻ്റെ തൊട്ടു പിന്നാലെ അവരുടെ ജീവിതത്തിൽ നിന്ന് 2 മണിക്കൂർ എങ്ങോട്ടോ നഷ്ടപ്പെട്ടു പോകുന്നു. 2 പേർക്കും ഒരേപോലെ തന്നെ 2 മണിക്കൂറുകൾ നഷ്ടപ്പെട്ട തോന്നലുണ്ടാവുന്നു. ആദ്യം അവർ വിചാരിച്ചത് ഇതെന്തോ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണെന്നാണ്. പക്ഷേ ചില വിചിത്ര അടയാളങ്ങൾ അവരെ മറ്റു ചില കാര്യങ്ങൾ കൂടി ലോകത്തോട് തുറന്നു പറയാൻ പ്രേരിപ്പിക്കുകയാണ്. ഈ ബെറ്റി ബാർണി എന്ന് പറയുന്ന 2 പേരാണ് ഗ്രേ ഏലിയൻസ് എന്ന് പറഞ്ഞിട്ട് അന്യഗ്രഹ നാഗരികതയിൽ ഏറ്റവും പ്രശസ്തരായ ഒരു കൂട്ടം ആൾക്കാരെ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ളവർ. ഗ്രേ ഏലിയൻസിനെ പറ്റി ആദ്യത്തെ കഥ പറയുന്നത് ബെറ്റിയും ബാർണിയുമാണ്. ഇനി സംഭവത്തിലേക്ക് വരാം. ഇവർ പറയുന്ന പ്രകാരം ഇവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് അന്യഗ്രഹ ജീവികൾ ഏതോ ഒരു പേടകത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അവരുടെ ശരീരത്തിൽ ചില പരിശോധനകൾ നടത്തിയതിനു ശേഷം വിട്ടയച്ചു എന്നാണ് അവർ കരുതപ്പെടുന്നത്. ഇവർ വിളിച്ചു പറഞ്ഞ കഥ 1961 കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അങ്ങേയറ്റം വിചിത്രമായൊരു വാദമായിട്ട് കരുതപ്പെടുകയും കുറച്ചേറെ ആൾക്കാർ, മെഡിക്കൽ സംഘം ഉൾപ്പെടെയുള്ളവർ അവരെ പരിശോധനയ്ക്കായി എത്തുകയും ചെയ്തു. അവര് ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിനിടയ്ക്ക് ഇൻട്രസ്റ്റിംഗ്ലി ബെറ്റിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. ഹിപ്നോട്ടൈസിന് തന്നെ ബെറ്റി അന്ന് ആ പേടകത്തിനുള്ളിൽ വെച്ച് അവർ കണ്ട ഒരു സ്റ്റാർ മാപ്പ്, ഒരു നക്ഷത്ര ഭൂപടം അവർ വരച്ചു നൽകി. ഈ നക്ഷത്ര ഭൂപടം അന്ന് വലിയ ഓളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ അവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് സെറ്റ റെറ്റിക്കുലി എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം നക്ഷത്ര സമൂഹത്തിന്റെ രൂപവുമായിട്ട് ബെറ്റി വരച്ചു നൽകിയ ഈ നക്ഷത്ര സമൂഹത്തിന്, നക്ഷത്ര ഭൂപടത്തിന് സാമ്യമുണ്ടെന്ന് കണ്ടെത്തുകയാണ്. അതായത് ഭൂമിയിൽ നിന്നും 39 പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രമാണ് ഈ പറയുന്ന സെറ്റ റെറ്റിക്കുലി. അതുകൊണ്ട് തന്നെ ഇവരെന്ന് പറഞ്ഞ ഗ്രേ ഏലിയൻസ് ഉണ്ട കണ്ണുകളും വിചിത്ര രൂപഘടനയും ഒരു തവിട്ട് നിറമുള്ള ഒരു അന്യഗ്രഹ നാഗരികതയുടെ പ്രതിനിധിക്ക് റെറ്റിക്കുലൻസ് എന്ന പേര് നൽകുകയുണ്ടായി. നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ ഹൈബ്രിഡ് അതുപോലെയുള്ള റെപ്റ്റീലിയൻസ് കോൺസെപ്റ്റുകൾക്കൊക്കെ മുമ്പ് വന്ന കഥയാണിത്. അടുത്തത് ഇവർക്ക് ലഭിച്ച കുറച്ച് ഫിസിക്കൽ എവിഡൻസുകളുണ്ട്. അന്ന് അവരെ പരിശോധിക്കാൻ വന്ന ആൾക്കാർ കണ്ടെത്തിയ ചില വിചിത്ര സംഗതികൾ. അതായത് ബെറ്റിയും ബാർണിയും സഞ്ചരിച്ചിരുന്ന കാറിന്റെ ബോണറ്റിൽ ചില തിളങ്ങുന്ന വെള്ള വൃത്തങ്ങൾ ഉണ്ടായിരുന്നു. അവരെ പലതരം പരിശോധനകൾ നടത്തുന്നതിനിടയ്ക്ക് ഈ വൃത്തങ്ങൾക്കിടയ്ക്കോട്ട് ഒരു കോമ്പസ് പ്ലേസ് ചെയ്യണം. കോമ്പസ് പ്ലേസ് ചെയ്തതും കോമ്പസ് അതിഭീകരമായ രീതിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് എന്തോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്ട്രാക്ഷൻ സംഭവിച്ച രീതിക്ക്. മറ്റൊന്ന്, അന്ന് ബെറ്റി ധരിച്ചിരുന്നത് ഒരു പിങ്ക് നിറത്തിലുള്ള വസ്ത്രമായിരുന്നു. ഈ പിങ്ക് നിറത്തിലുള്ള വസ്ത്രത്തിന്മേൽ തിളങ്ങുന്ന ചില പൊടികൾ അവർ കണ്ടെത്തി. ഈ പൊടികൾ ലാബിൽ അയച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ പൊടികളുടെ ഒറിജിനോ രൂപമോ ഘടനയോ ഒന്നും തന്നെ വേർതിരിച്ചെടുക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. അന്നല്ല, പിന്നീടും കഴിഞ്ഞില്ല. ഈ 2 സംഭവങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം ഭ്രമാത്മകമായ ഒരു കാര്യം മാത്രമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് വ്യക്തിപരമായിട്ട് പ്രയാസം തോന്നി. അതുകൊണ്ടാണ് ഈ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കഥയെന്ന് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സംഭവം. മറ്റൊന്ന്, ബാർണി എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയും അദ്ദേഹം ബെഞ്ചമിൻ സൈമൺ എന്ന് പറയുന്ന മനോരോഗ വിദഗ്ധന്റെ അടുത്ത് ചികിത്സയ്ക്കായി ചെല്ലുകയും ചെയ്തു. ഈ പറയുന്ന ബെഞ്ചമിൻ സൈമൺ അദ്ദേഹത്തെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിനിടയ്ക്ക് പോലും ബാർണി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഉണ്ടക്കണ്ണുകളും വിചിത്ര രൂപവുമുള്ള അവരെ തട്ടിക്കൊണ്ടുപോയ അന്യഗ്രഹ ജീവികളെ കുറിച്ചിട്ടായിരുന്നു. അതായത് അത്രയേറെ മനസ്സിൽ ഭയം വിതച്ച തങ്ങളുടെ 2 മണിക്കൂറുകൾ എവിടെ പോയെന്ന് ഒരേപോലെ തോന്നലുകൾ ഉണ്ടായ 2 മനുഷ്യർ
മെനഞ്ഞെടുത്ത വെറും കഥയാണിതെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായത് ഈ സംഭവം നടന്നതിന് വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിലെ ആദ്യത്തെ സയൻസ് ടെലിഷോ, വിചിത്ര ജീവികളെ കാണിക്കുന്ന സയൻസ് ടെലിഷോ പോലും ആരംഭിക്കുന്നത്. വെറുതെ അങ്ങനെ ഒരു കഥ മെനയാനും വേണ്ടിയുള്ള ഫാന്റസി ഉള്ള ആൾക്കാരായിരുന്നില്ല ബെറ്റിയും ബാർണിയും. അവരുടെ ചുറ്റുപാട്, അവർ ജീവിച്ച സാഹചര്യം, അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും തന്നെ അവരെ കൊണ്ട് ഇത് വെറുതെ അങ്ങ് പറയിക്കാൻ പ്രാപ്തമായിരുന്നില്ല എന്നൊരു സൈക്കോളജിക്കൽ വശം കൂടി ഇതിനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പറയുന്ന UFO UAP ഫയൽസ് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഏലിയൻ അബ്ഡക്ഷൻ സ്റ്റോറികളിൽ പകുതിയെങ്കിലും ഉള്ളതായിരിക്കാനുള്ള സാധ്യത. സോ ഏലിയൻ അബ്ഡക്ഷൻ സ്റ്റോറിയിലെ ആദ്യത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു.